2014 കോൺഗ്രസിന് കനത്ത പരാജയം നൽകി മോദി അധികാരത്തിൽ വന്നപ്പോൾ സോണിയാഗാന്ധിയുടെ തൊട്ടടുത്ത് ഇരുന്നു കൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. 2004 മുതൽ 2014 വരെ നീളുന്ന 10 വർഷത്തെ UPA ഭരണത്തിന് അറുതി വരുത്തിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ ഒരു അധ്യായം തുറന്നുകൊണ്ട് ഇന്ദ്രപ്രസ്ഥാനത്തിലേക്ക് ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദി കടന്നു വരുന്നത്. 2004 രാഹുൽ ഗാന്ധി രാഷ്ട്രീയം തുടങ്ങുന്നത്, MP ആകുന്നത്. 2004 മുതൽ 2014 വരെ നീളുന്ന 10 വർഷം ഒരു ഘട്ടത്തിലും രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയോ ചെയ്തിരുന്നില്ല. 2014 അമ്മയോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന രാഹുലിൻ്റെ മുഖം കൗതുകം നിറഞ്ഞ ഒരു കുട്ടിയെപ്പോലെ, രാഷ്ട്രീയത്തെപ്പറ്റി ഒരു ധാരണയുമില്ലാത്ത ആളെപ്പോലെ നിഷ്കളങ്കനായി നിൽക്കുന്ന ഒരു രാഹുലിനെയാണ് നാം കണ്ടത്. 2014 നിന്ന് 2024 എത്തുമ്പോൾ വലിയ മാറ്റങ്ങൾ നാം രാഹുൽ ഗാന്ധിയിൽ കാണുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളും രാഹുൽ ഗാന്ധിയെ ഗൗരവമായി എടുത്തിരുന്നില്ല. ശൈശവ കൗതുകം നിറഞ്ഞ പ്രവർത്തനങ്ങൾ, അപക്വമാണെന്ന് തോന്നുന്ന ഇടപെടലുകൾ, ഇതൊക്കെ അദ്ദേഹത്തെ ചൂഴ്ന്നു നിന്നിരുന്നു. രാമചന്ദ്ര ഗുഹയും ഒബാമയും രാഹുൽ ഗാന്ധിയെ എഴുതി തള്ളിയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം ഗൗരവത്തിൽ കാണുന്ന ഒരാളും രാഹുൽ ഗാന്ധിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി കണ്ടിരുന്നില്ല എന്നത് വാസ്തവമാണ്. 2019 കനത്ത തോൽവിയോടെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. കോൺഗ്രസിന് നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. 2022 ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. 1929 നെഹ്റു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പ്രഥമ പ്രധാനമന്ത്രിയാകാൻ നെഹ്റുവിന് സാധിച്ചു. 2029 കോൺഗ്രസ് ഉണ്ടാകുമോ എന്ന സന്ദേഹം ദ ഗാർഡിയനിലെ കോളമിസ്റ്റ് പോലും 3 മാസം മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നു. ലോക്സഭാ ഇലക്ഷന് മുമ്പ് എല്ലാവരും ചരമഗീതം എഴുതിയ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 99 സീറ്റുമായി പ്രതിപക്ഷത്ത് കരുത്തോടെ തിരിച്ചു വന്നു. കോൺഗ്രസിനെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്, രാഹുൽ ഗാന്ധിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.